Good morning. നമ്മളിന്ന് നേരത്തെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുവാണ്. ഇന്നാണ് നമ്മൾ കോറൽ ഐലൻഡിൽ പോകുന്നത്. At the island there will be a lot of girls who wearing a bikini. In case if any one of you willing to take their photo, please ask the permission from them first. നമ്മുടെ Can I ഗൈഡ് take your ചേച്ചി photo പറഞ്ഞു please? Can I take photo? നിങ്ങൾ ആരെങ്കിലും പട്ടായ പോവാണെങ്കിൽ അവിടെ കുറേ പേര് ബിക്കിനി ഇട്ട് നടക്കുന്നുണ്ടായിരിക്കും. അവരുടെ ആരുടെയും ഫോട്ടോ എടുക്കാൻ പോകരുത്. അഥവാ നമുക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരോട് ഒന്ന് പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രമേ ഫോട്ടോ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര അവർക്ക് കേസ് കൊടുക്കും. അവിടെ ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ആർക്കുമില്ല. അപ്പം നിങ്ങളൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേര്. പിന്നെ നമ്മൾ ഈ കോറൽ ഐലൻഡിൽ പോകുമ്പോൾ തന്നെ അവർ നേരത്തെ തന്നെ നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കട്ടിയില്ലാത്ത പെട്ടെന്ന് ഉണങ്ങുന്ന ഡ്രസ്സ് വേണം ഇടാൻ. കാരണം നമ്മൾ സ്പീഡ് ബോട്ടിൽ നിന്നാണ് ഇവിടുന്ന് പോകുന്നത് കോറൽ ഐലൻഡിലോട്ട്. പക്ഷെ ഐലൻഡിൻ്റെ കുറച്ച് മുമ്പ് നമ്മുടെ സ്പീഡ് ബോട്ട് നിർത്തിയിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പം നമ്മുടെ മുട്ടിൻ്റെ അവിടം വരെ വെള്ളം വരും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അല്ലാതെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നനയുമല്ലോ, അത് ചെയ്യുന്നവർക്ക്. അപ്പോഴും നമ്മൾ പെട്ടെന്ന് ഉണങ്ങുന്ന ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത്. ജീൻസ്, ഷൂ അതൊന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ജീൻസൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ. പിന്നെ ഷൂ ഇടരുത്. അതിന് പകരം സ്ലിപ്പേഴ്സ് ഇടുന്നതായിരിക്കും നല്ലത്. അവിടെ നമുക്ക് നനഞ്ഞ ഡ്രസ്സ് മാറാനോ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ ഈ ഇട്ട ഡ്രസ്സ് ഇട്ട് തന്നെ വേണം തിരിച്ച് നമ്മൾ വരാനും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണങ്ങുന്ന ഡ്രസ്സ് പറഞ്ഞത്. അത്യാവശ്യം നല്ല വെയിലാണ്. അപ്പോൾ ഇതിന് മുമ്പ് പോയിട്ടുള്ളവരൊക്കെ എന്നോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് സൺബേൺ വരാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ച് കോറൽ ഐലൻഡിൽ. അപ്പം നമ്മൾ സൺസ്ക്രീം, സൺ ലോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. പിന്നെ കയ്യിൽ ക്യാപ്പുള്ളവർ ക്യാപ്പ് ഇടുക, സൺഗ്ലാസ് ഇടുക. സൺഗ്ലാസ് നമ്മൾ ഫാഷന് വേണ്ടിയല്ല ഇടുന്നത്. അത്രയ്ക്ക് വെയിലാണ്, നമുക്ക് നേരെ നോക്കാൻ പറ്റാത്ത രീതിയിലെ വെയിലാണ്. അത് ഇത്രയും സാധനം എന്തായാലും അത്യാവശ്യമായിട്ട് കൈ വെക്കുക. പിന്നെ നമ്മുടെയൊക്കെ കൈ കണ്ടോ ഒരു പിങ്ക് കളർ ടാഗ് അവർ തന്നിട്ടുണ്ട്. നമ്മൾ പല ഗ്രൂപ്പുകാരല്ലേ, അപ്പോൾ ഓരോ ഗ്രൂപ്പുകാർ നമ്മളെ സ്പീഡ് ബോട്ടിൽ പല ആൾക്കാരാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അവരെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഓരോരോ കളറാണ്. ഞങ്ങൾക്കിപ്പോൾ പിങ്ക് ആണെങ്കിൽ വേറെ ഗ്രൂപ്പുകാർക്ക് ഗ്രീൻ ആയിരിക്കും. അങ്ങനെ പല കളറും കയ്യിൽ നമുക്ക് കെട്ടിത്തരും. സ്പീഡ് ബോട്ട് വേറൊരു ബോട്ടിൽ എന്തോ ഇതുപോലെ ഇങ്ങനൊരു എന്താ പറയുക, അതിനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനെ കെട്ടിയേക്കുവാണ്. അവിടെ കൊണ്ടാണ് നിർത്തുന്നത്. അവിടെ നമുക്ക് പാരാ റൈഡിങ് ചെയ്യാം. ആഗ്രഹം ഇല്ലാത്തവർക്ക് അവിടെ ഇരിക്കാം. പാരാ റൈഡിങ് ചെയ്യേണ്ടവർക്ക് പാരാ റൈഡിങ് ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ വേറൊരു സ്പീഡ് ബോട്ടിൽ കയറി വേറെടുത്തോട്ട് പോകും. അവിടെ നമ്മൾ അപ്പം ഞങ്ങൾക്ക് അണ്ടർ സീ വാക്കിങ്ങിന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആർക്കാണോ താല്പര്യമുള്ളത് അവരെ മാത്രം അവിടെ ഇറക്കിയിട്ട് ബാക്കി എല്ലാവരെയും കൂടെ കോറൽ ഐലൻഡിൽ കൊണ്ടുപോകും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ആ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതൊക്കെ. ഞാൻ എന്തായാലും പാരാറൈഡിങ് ചെയ്തു. സത്യത്തിലും ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഹെൽത്ത് വൈസ് ഓക്കെ ആയിട്ടുള്ളവർ, ആസ്മ, ഹാർട്ടിന് പ്രശ്നമില്ല, അങ്ങനെയൊക്കെ പ്രശ്നമൊന്നും ഇല്ല, കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. അടിപൊളി എക്സ്പീരിയൻസാണ്. നമ്മൾ ഞാനാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ ഓൾറെഡി മണാലിയിൽ പോയപ്പോൾ ഒരു വട്ടം പാരാ റൈഡിങ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ വേറൊരു ഇതാണ്. ഇത് നമ്മുടെ സ്പീഡ് ബോട്ടിൽ നമ്മൾ ഇത് ചെയ്തിട്ട് സ്പീഡ് ബോട്ട് മൂവ് ചെയ്യുമല്ലേ, കുറച്ചുകൂടെ സേഫാണ്. പക്ഷേ ഇത് കൊള്ളാം. നമ്മൾ ജസ്റ്റ് കണ്ടോ ഇങ്ങനെ ഓടിയാൽ മതി. അപ്പം നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടണം, അത്രേ ഉള്ളൂ. നമ്മൾ ഓടുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു പേടിയുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര സൂപ്പറാണ്. വിളിച്ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. നമ്മളൊന്ന് പറക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതൊരു പ്രത്യേക രസമാണ്. ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പീഡ് ബോട്ട് അടുത്തടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി എന്ന രീതിയിൽ അത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് അണ്ടർ സീ വാക്കിംഗ് ആണ്.
അപ്പോൾ ഇതൊന്നും താല്പര്യമില്ല, ഈ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യണ്ടാത്തവരെ അത് നേരെ കോറൽ ഐലൻഡിൽ കൊണ്ടുപോകും. കോറൽ ഐലൻഡിൽ കൊണ്ടുവിട്ടതിന് ശേഷം നമുക്ക് വേറൊരു സംഭവമുണ്ട്, ഗ്ലാസ് ബോട്ട്. അത് അടിപൊളിയാണെന്നാണ് പറയുന്നത്, ഞാൻ പോയില്ല. അത് നമ്മുടെ ബോട്ട് ഒരു ഏരിയ പോയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ആ താഴെ ഒരു പലക, ആ പലക മാറ്റുമ്പോൾ ശരിക്കും നമുക്ക് താഴെ നമുക്ക് കടലിൻ്റെ താഴ്ഭാഗം കാണാം, നല്ല കോറൽസൊക്കെ കാണാം എന്നാണ് പറയുന്നത്. ഞാനത് കണ്ടില്ല, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കണ്ടവർ പറഞ്ഞ അടിപൊളിയാണ്. ഞാൻ അണ്ടർ സീ വാക്കിങ്ങിനാണ് പോയത്, വെറുതെ കാശ് പോയി, ഒരു കുന്തവും ഞാൻ കണ്ടില്ല. കുറേ മീനെ കണ്ടു, പിന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ വീഡിയോസൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു, ഒന്നും കിട്ടിയില്ല. ഫോട്ടോസുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം. എന്നെ കാണാൻ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ ഒരു എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ, രസമാണ്, എനിക്ക് ധൈര്യം വേണം. ആദ്യം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് കയറി കുറച്ച് പേരൊക്കെ തിരിച്ച് പേടിച്ച് കയറിയിട്ട് ഞങ്ങൾക്ക് പറ്റില്ല, പക്ഷെ കൊള്ളാം. പിന്നെ നമുക്ക് നീന്താനൊന്നും അറിയാത്ത കാരണമാണ് കേട്ടോ ഇത്രയും ടെൻഷൻ. ഇവിടുത്തെ ബീച്ച് അടിപൊളിയാണ്, പക്ഷെ അതിനൊത്തിരി സമയം നമുക്ക് കിട്ടിയില്ല. ഞങ്ങളിവിടെ ബനാന ബോട്ടും ഒക്കെ കയറിയായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ ഇല്ല. പിന്നെ ഇവിടെ കുറേ നേരം നല്ല സത്യം പറഞ്ഞാൽ ഈ ബീച്ച് തന്നെ ഒരു അടിപൊളിയാണ്. ആമിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആമി കുറേ കളിച്ചു. ബീച്ചിൽ ഇങ്ങനെ കുറേ നേരം കളിക്കാൻ തന്നെ അടിപൊളി. നമ്മുടെ നാട്ടിലെ പോലത്തെ ബീച്ചൊന്നും അല്ല കേട്ടോ, നമ്മുടെ അടിപൊളി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല സൂപ്പറാണ്, ക്ലീനാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ ഹാഫ് ഡേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് വലിയൊരു ടൈം കിട്ടിയില്ല കേട്ടോ. ഈ ബീച്ചിലൊന്ന് അടിച്ചു പൊളിക്കാം, കുറച്ച് ഫോട്ടോസ് എടുപ്പത്തേക്ക് സമയം കഴിഞ്ഞു. മറ്റേത് ശരിക്കും അന്ന് ഭയങ്കര ടയേർഡാവും, കാരണം അത്യാവശ്യം നല്ല വെയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് തന്നെ തിരിച്ചു പോവാണ്. അപ്പം ഞാൻ വെറുതെ ആ സ്ട്രീറ്റൊക്കെ ഒന്ന് എടുത്തതാണ്. ഫുള്ള് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് അവിടെ, പിന്നെ നമ്മുടെ അടുത്താണ്. അപ്പോൾ നമുക്ക് തിരിച്ച് ഹോട്ടലിൽ വന്ന് ഫ്രഷപ്പ് ആയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവുകയാണ്. ഫുള്ള് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. ഞാൻ ശരിക്കും എനിക്കൊരു ഇന്ത്യയിൽ വന്ന പോലെ തന്നെ ഫീൽ ചെയ്തു. അവിടെ ഫുള്ള് താഴെ കണ്ടാവും, മൊത്തം അടുപ്പിച്ച് നമുക്ക് മസാജിങ് സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ലോക്കൽ ഞങ്ങളുടെ ഗൈഡ് പറയുന്നത് ഈ കാണുന്നവരുടെ അടുത്തൊന്നും അവർക്ക് 100% ഉറപ്പൊന്നുമില്ല. അവരാരും റെക്കമെൻഡ് ചെയ്യത്തില്ല ഇവിടെ പോയി നിങ്ങൾ തായ് മസാജ് ചെയ്യുക, അത് നല്ലതാണെന്ന് അവർക്കാർക്കും പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, അത് മാത്രമേ ഉറപ്പായിട്ട് ശരിക്കുള്ള തായ് മസാജ് ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അത്ര നമുക്ക് അവർക്ക് തന്നെ വിശ്വാസമില്ല ഒന്ന് റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു നിങ്ങളിങ്ങനെ പോയി ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ തന്നെ ഫ്രഷപ്പായിട്ട് ഇവിടെ ആണെങ്കിൽ ഫുഡ് കഴിക്കാമെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു, ഇന്ത്യൻ ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോയത് ജെംസ് ഗാലറിയാണ്. പക്ഷേ ജെംസ് ഗാലറി ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം അവിടെ വീഡിയോസൊന്നും അലൗഡ് അല്ല, അവർ ഓൾറെഡി പറഞ്ഞിരുന്നു വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന്. പക്ഷേ എടുക്കുന്നുണ്ട് ആൾക്കാർ, പക്ഷെ അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എടുത്തില്ല. ഇവിടെ കണ്ട അവരിട്ടേക്കുന്നതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാനുണ്ടായിരുന്നത് എങ്ങനെ നമ്മൾ ഡയമണ്ടിനെ എങ്ങനെ നമ്മൾ അതിൻ്റെ റോ ഫോമിൽ നിന്ന് നമ്മൾ നല്ല ഷൈനിങ് ആയിട്ട് പല പ്രോസസ്സിൽ കൂടെ അല്ല, അതൊരു വെറും ഒരു റോ ഇതായിട്ടല്ല കിട്ടുന്നത്. അതിനെ നമ്മൾ എങ്ങനെ ഇത്ര ഭംഗിയാക്കി ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ്, അങ്ങനെ ഡയമണ്ട് മാത്രമല്ല റൂബി, അങ്ങനെ പലതും. പിന്നെ അവിടെ ഒരു കഫേ വെച്ചൊരു ചെറിയ ഷോർട്സാണ്. പിന്നെ അവിടെ നമുക്ക് കുറേ സാധനങ്ങൾ കല്ലുകളും ഒക്കെ കിട്ടുന്നുണ്ട്, നമുക്ക് ഡയമണ്ട് പർച്ചേസ് ചെയ്യാൻ. നല്ല അടിപൊളി ക്വാളിറ്റി സാധനമാണ്, പൈസ ഉള്ളവർക്ക് അതൊക്കെ വാങ്ങിക്കാം. ഡയമണ്ട് മാത്രമല്ല റൂബിയും ഒക്കെ ഉണ്ട്, നല്ല സൂപ്പറാട്ടോ കാണാൻ. പിന്നെ ഇവിടെ ഇത് കണ്ട, നിങ്ങൾ മനസ്സിലായി അല്ല എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എടുത്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോയതാണ് ബിഗ് ബുദ്ധ ടെമ്പിൾ. ഇതാണ് ബിഗ് ബുദ്ധ, അതും നല്ല സൂപ്പർ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ആയിരുന്നു, നല്ല ഭംഗിയില്ലേ കാണാൻ. നിങ്ങളിവിടുത്തെ സ്റ്റെപ്പിന് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയോ? കാരണം പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റും. ഇപ്പം നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതൊരു ടെമ്പിൾ പോലൊന്നുമല്ല, ശരിക്കും ഒരു വലിയൊരു ബുദ്ധൻ്റെ ഒരു വലിയ സ്റ്റാച്യു ഉണ്ടെങ്കിൽ കാണുന്നത്. പിന്നെ അതുകൂടാതെ പല പോസ്റ്റേഴ്സിലുള്ള ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട്.
പല പോസ്റ്റേഴ്സുണ്ട്. പല പോസ്റ്റേഴ്സിനും പല അർത്ഥങ്ങളാണ്. എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ വെക്കുന്ന ബുദ്ധ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടും, ഒരു ബുദ്ധനെ കൊണ്ട് വീട്ടിൽ വെക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേ വെച്ചാണ് നമ്മൾ ബുദ്ധനെ സെലക്ട് ചെയ്യേണ്ടത്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ ഓരോ ഡേയ്ക്കും ഓരോരോ ബുദ്ധൻ്റെ പോസസാണ് ഉള്ളത്. ഇതാണ് ഏറ്റവും വലിയ ബുദ്ധൻ. അവിടെ വെറൈറ്റി ബുദ്ധൻ്റെ നമുക്ക് സ്റ്റാച്യൂസ് കാണാം. എനിക്ക് പറ്റിയൊരു അബദ്ധം, എനിക്കൊരു ബുദ്ധൻ്റെ സ്റ്റാച്യു വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല. വലിയൊരു വിഷമമുണ്ട്. ഞാൻ വെച്ചു മാർക്കറ്റിൽ ഇച്ചിരൂടെ റേറ്റ് കുറച്ച് കിട്ടും, അപ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊരു വലിയ മണ്ടത്തരമായിരുന്നു. പക്ഷെ ഫേസിന് ഒരു ഭംഗിയില്ല. പക്ഷെ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഇവിടെ കണ്ടോ, ഈ കൂൾ ഡ്രിങ്ക്സ് പോലത്തെ സാധനം ഇങ്ങനെ സ്ട്രോ ഇട്ട് വെക്കുന്നുണ്ട്. കൊള്ളാം. അത് ഞാൻ സത്യത്തിൽ ഇവിടെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഭയങ്കര കാറ്റും ഒക്കെ ആയിട്ട് നമുക്കൊക്കെ വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടോ ബുദ്ധൻ്റെ വേറൊരു ഫോം. ശരിക്കും ഇതിൻ്റെ ഒന്നും എന്താണ് ഈ ഫോം, ഓരോരോ ഫോമിന് ഓരോരോ അർത്ഥങ്ങളായിരിക്കും. ഒന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ അറിയാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്കറിയില്ല ബുദ്ധൻ്റെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ അറിയാമല്ലോ. പല ഫോമിലുള്ള ബുദ്ധനുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം, നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാം. ഫോട്ടോയ്ക്ക് ക്രേസ് ഉള്ളവരൊക്കെ ഫോട്ടോ എടുക്കുക, അല്ലാതെ വെറുതെ ഇരിക്കാം, മെഡിറ്റേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 2 കാൽപാദങ്ങളും ഉണ്ട്, പിന്നെ ഇങ്ങനൊരു സാധനമുണ്ട്. എന്താണ് ഇത് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഈ കോയിൻസ് കണ്ടോ, ഈ കോയിൻസ് ഇങ്ങനെ വെക്കുന്നുണ്ട്. ആ കോയിൻസ് ഇങ്ങനെ നിർത്തി വെക്കുന്നുണ്ട്. അത് എന്താണ് നമ്മളിങ്ങനെ കല്ലിങ്ങനെ അടുക്കി വെക്കത്തില്ലേ, അപ്പോൾ കല്ലങ്ങനെ നിന്നാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും. അങ്ങനെ എന്തോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഞാനും വെച്ച് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ ബിഗ് ബുദ്ധയും കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഷോപ്പിംഗ് മോളാണ്, ടെർമിനൽ 3. അവിടെയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലൊരു ഇതുണ്ട്, ഒരു എയ്റോപ്ലെയിൻ. ടെർമിനൽ 3 എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, എന്തോ ഒരു ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപോലെ ഫീൽ ചെയ്യുന്നില്ലേ. നമ്മുടെ ഈ ദുബായിലെ മിറാക്കിൾ ഗാർഡനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണത്തില്ലേ, ഒരു അടിപൊളി ഫ്ലൈറ്റിൽ നിറച്ച് പൂക്കളൊക്കെ സൂപ്പറായിട്ട്, അതുപോലെ പൂക്കളൊന്നുമില്ല, അങ്ങനെ ഒരു ഫ്ലൈറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ട്. അത്രയേ ഉള്ളൂ. കണ്ട, ഈ മോളിൻ്റെ പേരാണ് ടെർമിനൽ 3 എന്നാണ്. സോമൻസ് എന്ന് പറഞ്ഞ ട്രാവൽ ഏജൻസി വഴിയാണ് പോയത്. അന്നത്തെ ഫുഡ് നമുക്ക് ആ മോളിൽ നിന്നാണ്. കാരണം തായ്ലാൻഡിൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ. അപ്പോൾ നമുക്കതിന് ഒരാൾക്ക് ഒരു 150 ബാത്തിൻ്റെ ഒരു കൂപ്പൺ തരും. എന്നിട്ട് നമുക്ക് ആ കൂപ്പൺ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ അതിന് നമുക്ക് ഫുഡ് കഴിക്കാം. ഇപ്പം നമുക്ക് വേണ്ടെങ്കിൽ ആ കാർഡ് മാറിയിട്ട് അത് കാശാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആമി ഉറങ്ങി കേട്ടോ. കാരണം നമ്മൾ രാവിലെ പോയതാണ് കോറൽ ഐലൻഡിൽ അത്യാവശ്യം നല്ല വെയിലൊക്കെ കൊണ്ട് അവൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാം. ഇതൊരു ഷോപ്പിംഗ് മോളാണ്. ബ്രാൻഡഡ് ഐറ്റംസൊക്കെ മേടിക്കാൻ ആഗ്രഹമുള്ളവർ മേടിക്കാം. പക്ഷേ നമുക്ക് ബ്രാൻഡഡ് ഐറ്റംസ് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. സാൻ ഫ്രാൻസിസ്കോ എത്തി കേട്ടോ. ഇവിടെ എനിക്ക് ഭയങ്കര വിചിത്രമായി കണ്ടൊരു കാഴ്ചയാണ്. എനിക്കറിയത്തില്ല, പേരൻസ് ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നത് കൊള്ളാം. നമ്മുടെ നാട്ടിലങ്ങനെ കാണാറില്ല.
പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെയാണ്, ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. എന്നാലും നമുക്കൊരു ഫോട്ടോയൊന്നും എനിക്ക് വന്നില്ല കേട്ടോ. ഒരു ചില സ്മെല്ല് വരും, നമുക്കൊരു ക്രേവിങ് തോന്നത്തില്ലയോ? ഒരു ക്രേവിങ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്തോന്ന് അറിയത്തില്ലല്ലോ. സത്യം എനിക്ക്, പക്ഷെ എനിക്ക് മാത്രമേ ഈ ക്രാബ് ഫിഷ് ഒന്നും വേണമെന്നില്ല. ഫിഷ് വേണം. ഇതുണ്ട് സീ ഫുഡ് പോലെ. ഞങ്ങൾ പാത്തായ് വിത്ത് സീ ഫുഡ് ഓർഡർ ചെയ്തു. ആരൊക്കെയോ പറഞ്ഞു കേട്ടു സൂപ്പറാണ്, ട്രൈ ചെയ്യണം, അങ്ങനെ മേടിച്ച. പിന്നെ സീ ഫുഡ് ആകുമ്പോൾ ഓക്കെയാണ്, നമ്മളൊക്കെ ഫിഷിൻ്റെ ഐറ്റംസ് എല്ലാം കഴിക്കുന്നവർ. അപ്പം അങ്ങനെ ഞങ്ങൾ പാത്തായ് ഇവിടുത്തെ ടോണിയൻ സൂപ്പ് ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞു. എന്നിട്ട് സൂപ്പിൻ്റെ പോലത്തെ എന്തോ കടയാണ്. അപ്പോൾ പക്ഷേ ഇവിടെ എല്ലാം തീർന്നു പോകായിരുന്നു. ഇവിടെ കണ്ട എല്ലാ കടയുടെയും വാതിക്കയിൽ ഇങ്ങനെ കുറേ സോസ്, ഉപ്പ്, പിന്നെ ഒരു മുളക് പൊടി പോലെ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫുഡ് കിട്ടിയിട്ട് ആവശ്യത്തിനൊക്കെ ഇട്ട് കഴിക്കാം. അറിയാം അവിടെ കിട്ടുമായിരിക്കും. ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ വേണം. ഞങ്ങൾ ഓരോ കടയുടെ വാതിക്കൽ ചെന്ന് നമ്മളോട് അവരൊരു ഐഡിയ തന്നിട്ടുണ്ട്, ഇതൊക്കെ നല്ല ട്രൈ ചെയ്ത് നോക്കണം എന്ന്. അപ്പം അതും പിന്നെ അല്ലാതെ നമ്മൾ കേട്ട അറിവൊക്കെ വെച്ചാണ് നമ്മൾ ഓരോ കടയുടെ വാതിക്കൽ ചെന്ന് നമ്മളതൊക്കെ എഴുതി വെക്കും. ഇന്ന കട കുറേ സ്റ്റോറുണ്ട് കേട്ടോ. അപ്പം ആ കടയുടെ നമ്പറും എന്ത് ഫുഡാണ് അവിടെ കിട്ടുന്നതെന്ന് എഴുതി വെക്കും. എന്നിട്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. ഇവിടെ എന്തൊരു മാല എന്ന് പറഞ്ഞാൽ എന്തൊരു സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. തായ്ലാൻഡിൽ വന്നാൽ നമുക്ക് വിശ്വസിച്ച് എല്ലാവർക്കും ഒരുപോലെ മിക്കവർക്കും ഇഷ്ടപ്പെടുന്നവർക്കാണ് ആ ഫ്രൂട്ട് കട്ട്സൊക്കെ. എല്ലാം അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലേക്കാൾ ഇച്ചിരി കൂടെ എനിക്ക് സൂപ്പറായിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇല്ല, ഒരു വികാരമില്ല. അവിടുത്തെ നല്ല മധുരം എല്ലാം കൂടെ പാണ്ടാൻ്റെ ഒരു ഇതുണ്ട്, സ്മൂത്തി ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ കോക്കനട്ട് പാണ്ടാൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചിലതൊക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു, പക്ഷെ ചിലതൊക്കെ അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. മാംഗോ സ്റ്റിക്കി റൈസ് ഞാൻ എടുത്ത് കഴിച്ചു. ഇവിടെ നിന്നാണ് ഞാൻ കഴിച്ചത് കേട്ടോ. പക്ഷെ എൻ്റെ ഒത്തൻറ്റിക് ടേസ്റ്റ് അതാണോന്നൊന്നും എനിക്കറിയത്തില്ല. വേറെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഇവർ പറയുന്നത് അത്ര ഹൈപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒത്തൻറ്റിക് അല്ല കഴിച്ചത്. ഒത്തൻറ്റിക് കഴിച്ചാൽ അത് പിന്നെ ഇവിടുത്തെ മാംഗോ ഭയങ്കര സൂപ്പറായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്, നമുക്ക് ഇഷ്ടപ്പെടും. ഇപ്പം തന്നെ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. കുറേ ലെങ്ത് ആയി നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, ഇതിൻ്റെ പാർട്ട് 3. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.